കൃഷ്ണേന്ദു, ഇവിടെ കൊല്ലത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയെ 3 ദിവസം പൂജ ചെയ്തു. അമ്മയുടെ ബോഡി, ശവശരീരത്തെ 3 ദിവസം പൂജ ചെയ്തു. ആരെയും അറിഞ്ഞില്ല. 3 ദിവസത്തിന് ശേഷമാണ് ഇവിടെ ആളുകൾ അറിയുന്നത്. അപ്പോൾ വലിയൊരു വിഷയം തന്നെയാണ്. ഇപ്പോൾ കൊല്ലം അറിയാലോ, നമ്മൾ എന്ത് വിഷയം ഉണ്ടെങ്കിൽ പോലും കൊല്ലത്തെ അപമാനിക്കുന്നൊരു രീതി പൊതുവെ ആളുകളിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ പപ്പടത്തിനടിയായാലും ലേസിന് വേണ്ടി അടിയായാലും അങ്ങനെ എല്ലാം കൊല്ലത്തെ അപമാനിക്കുന്നൊരു കേസാണ്. പക്ഷേ ഈ ഒരു കേസിലേക്ക് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാൻ? ഇതിൽ കൊല്ലം എന്ന് പറയുമ്പോൾ പോലും തമിഴ്നാടുമായി ബന്ധപ്പെട്ട സ്വദേശികളാണ് ഇതിൽ വരുന്നത്. ഇത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വന്നത് നെയ്യാറ്റിൻകരയിലെ സംഭവമായി ചേർന്നിട്ടാണ്. നെയ്യാറ്റിൻകരയിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടാവുന്നു. സമാധി എന്നൊക്കെ നമ്മൾ പറഞ്ഞ കുറേ നാളുകളിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാനൊരു വിഷയമായിരുന്നു അല്ലേ. കേരളമാകെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഏകദേശം ഒരു സമാന വിഷയം, ഒരു സംഭവമായിട്ട് നമുക്കിതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത അന്ധവിശ്വാസങ്ങൾ തിരികെ വരുന്നു എന്നുള്ളതാണ്. പണ്ട് ഭ്രാന്താലയം എന്നാണ് സ്വാമി വിവേകാനന്ദൻ നമ്മുടെ കേരളത്തെ വിശേഷിപ്പിച്ചത്. പൊതുവെ ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്, നമ്മളെ അപമാനിക്കലല്ലേ എന്നൊക്കെ തോന്നുമെങ്കിലും അതിലൊരു വസ്തുതയുണ്ട്. സ്വാമി വിവേകാനന്ദൻ നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ നാട്ടിൽ നിരവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് അദ്ദേഹം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നത് ഇതൊരു അന്ധവിശ്വാസം തന്നെയാണോ, അല്ലെങ്കിൽ ആ മരണം നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണെങ്കിലോ? അമ്മയാണ് മരിച്ചിരിക്കുന്നത് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ ആദ്യം കാണുന്ന ഒരു ആൺകുട്ടി, അവൻ ആദ്യം കാണുന്ന ലോകത്തെ ഏറ്റവും നല്ല സ്ത്രീ, അല്ലെങ്കിൽ അവൻ ആദ്യം കാണുന്ന സ്ത്രീ, അത് അവൻ്റെ അമ്മയാണ്. അപ്പോൾ അവൻ്റെ അമ്മയാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ആ മരണത്തെ, അവന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിലോ? ഇപ്പോൾ മാനസിക രോഗിയാണെന്ന് നമുക്കവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ മരണത്തെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, അതുകൊണ്ടായിരിക്കും ആ മരണം സ്വീകരിക്കാൻ പറ്റാത്ത ഒരാളായതുകൊണ്ടായിരിക്കുമല്ലോ അവിടെ അത് ശവശരീരം അവിടെ ദഹനം ചെയ്യാതെ ഇപ്പോഴും അമ്മ തിരിച്ചു വരും എന്നുള്ളൊരു രീതിയിൽ അവിടെ പൂജ ചെയ്യുന്നതും അല്ലേ. അതൊക്കെ അങ്ങനെയും ചിന്തിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു മാനസിക രോഗിയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതിൽ ആത്മീയതയും ഈ അന്ധവിശ്വാസവും കൂട്ടിച്ചേരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അമ്മയുടെ മരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ അമ്മയെ പൂജ ചെയ്താൽ അമ്മ തിരിച്ചു വരുമോ? ഇല്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇല്ല. പക്ഷേ ഇവിടെ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ എല്ലാം ചേർന്നിട്ടുള്ളൊരു വിഷയമായിട്ടാണ് ഒരു എന്താ പറയുക, ഒരു നമ്മളിതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ളതാണ്. ഇതിൽ അന്ധവിശ്വാസം പറയാം, ആത്മീയത അന്ധവിശ്വാസമായി കൂടിച്ചേർന്നത് പറയാം, അന്ധവിശ്വാസം തിരികെ വരുന്നത് പറയാം. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നിരവധി വാർത്തകളാണ് അന്ധവിശ്വാസവും അനാചാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഈ മകൻ തന്നെ, അമ്മ മരിച്ചു, മകൻ പൂജ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പൂജ ചെയ്താൽ അമ്മ തിരിച്ചു വരുമെന്ന് മകനോട് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പൂജ ചെയ്ത് തിരികെ വരുന്ന ഒരു വാർത്തകളും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മകൻ എങ്ങനെയാണ് ഇത്തരത്തിലേക്കൊരു ചിന്ത വരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ സമാനമായിട്ടും ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്ന നരബലി. പത്തനംതിട്ട ഇലന്തൂരിൽ നിന്ന് വന്ന നരബലി വാർത്ത നമ്മൾ കേരളമാകെ ഒരു ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. കാരണം അതിൽ 2 സ്ത്രീകളെ ആ വീടിനുള്ളിൽ കൊലപ്പെടുത്തി, ആ സ്ത്രീകളുടെ രക്തം ആ വീട്ടിനുള്ളിൽ വീണ് കഴിഞ്ഞാൽ അധികമായി സമ്പത്തും പണവും ഒക്കെ ലഭിക്കുമെന്ന പശ്ചാത്തലത്തിലാണ് കൊലപാതകം തന്നെ, ഇരട്ട കൊലപാതകം, നരബലി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ സമാനമായി വാർത്തകൾ വരുന്നു. പത്തനംതിട്ടയിൽ നിന്ന്, മലയാളപ്പുഴയിൽ നിന്ന് ഒരു ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ കുട്ടിയെ മർദ്ദിക്കുന്നു. ഇങ്ങനെ നിരവധി വാർത്തകൾ, കുട്ടിയെ മർദ്ദിക്കുക, ദുർമന്ത്രവാദം തുടങ്ങിയിട്ടുള്ള, നരബലി പോലെ, ഇപ്പോൾ സമാധി അവസാനമായി വന്നിരിക്കുകയാണ്, പൂജ ചെയ്യുന്നു. അപ്പോൾ അന്ധവിശ്വാസങ്ങളെല്ലാം തുടച്ചു നീക്കിയിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൻ്റേത്. നിരവധി അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു, അനാചാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം എതിരെ സമരം ചെയ്ത്, അല്ലെങ്കിൽ അതിനെല്ലാം നിരന്തരം സംസാരിച്ച് ആളുകളിലേക്ക് അവബോധമുണ്ടാക്കി അതിനെല്ലാം തുടച്ചു മാറ്റിയൊരു സമൂഹമാണ് നമ്മുടെ കേരളം. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മറ്റ് കേസുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ പൂജ ചെയ്താൽ അവിടെ അമ്മ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ശരിയാണ്, കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ പത്തനംതിട്ടയിലെ നരബലി പോലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ
ഗുരുവായൂർ പോവാണ്, എന്നാൽ കുറച്ച് അനുഗ്രഹം എനിക്ക് മേടിച്ചുകൊണ്ട് വന്നോളൂ. അപ്പം അങ്ങനെയുള്ള ഒരാളാണ് പൊതുവെ മലയാളികൾ എന്നൊക്കെ ഒരു സിനിമയെ പറയുന്നുണ്ട്. അതുപോലെയാണ് എന്താ ഇത് അനുഗ്രഹം എവിടെയെങ്കിലും കിട്ടുമോ എന്നറിയാം. അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പുറകെ പോകാൻ എപ്പോഴും മലയാളിക്ക് എപ്പോഴും ഒരു ഇതാണ്, പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അത് താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് വേറൊരു കണ്ണിലൂടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കുടുംബത്തിന് പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അയൽക്കാരുമായിട്ടാണെങ്കിലും ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ആശാവർക്കർമാരാണെങ്കിലും ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട് ആശാവർക്കർമാർ ഇദ്ദേഹത്തെ സമീപിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും അടുപ്പിക്കുന്നില്ല അല്ലേ. ഇവിടെ വീടിൻ്റെ അകത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഇവിടെ അമ്മയെ കാണാൻ വേണ്ടി മാസം തോറും ആശാവർക്കർമാർ വരുന്നതാണ്. അപ്പോൾ ഇവർ കുറേ നാളായിട്ട് വയ്യാണ്ട് കിടക്കുന്ന ഒരാളും കൂടെയാണ്. അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അപ്പോൾ അമ്മ മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ ഞാൻ നോക്കിക്കാണുന്നത്. അതുമാത്രമല്ല ഈ സമൂഹത്തിൻ്റെതായ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കണം, ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ കുറച്ചുകൂടെ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ട ബോധവൽക്കരണ പരിപാടികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ഇത്തരം ആളുകളെ നമുക്ക് പരിചരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ ഇപ്പോഴും സംശയം, ഇത് ക്രിമിനൽ കേസാണോ, മാനസികാരോഗ്യമായിട്ട് നമ്മളെങ്ങനെ ഇത് ബന്ധപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് ഇത്ര ദിവസം കഴിഞ്ഞു ശരീരം മറവ് ചെയ്യാത്തത് ഒരു നിയമലംഘനം തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ മകൻ ഒരു മാനസിക രോഗിയുമായിരുന്നു. അതിൽ ഒറ്റപ്പെടൽ ഇതിലൊരു വിഷയമാണോ എന്നുള്ളതാണ്. അതായത് അമ്മ മരിച്ചു, ഇനി ആരുമില്ല, ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ, ഒരു ചിന്താഗതിയൊക്കെ ഈ മകനെ ചിലപ്പോൾ ഇതിലേക്ക് പ്രേരിപ്പിച്ചേക്കാം. മകൻ്റെ അവസ്ഥ കൂടെ നമ്മൾ കണക്കിലാക്കേണ്ടതുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ തടയിടാനാവും എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. ബോധവൽക്കരണം മാത്രം മതിയോ എന്നുള്ളതൊരു സംശയമാണ്. നമ്മൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെതിരെയൊക്കെ സോഷ്യൽ ഇവിൽ, സൂപ്പർസ്റ്റിഷൻസ് എന്നൊക്കെ സോഷ്യൽ സയൻസിൻ്റെ പാഠഭാഗങ്ങളിലൊക്കെ കുട്ടികൾ നിരന്തരം പഠിപ്പിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇല്ലായ്മ ചെയ്തത്, നവോത്ഥാന നായകർ ആരൊക്കെയാണ് എന്നൊക്കെ വിശദമായി നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുമാത്രം പോരാ, നമ്മൾ നിയമ രീതിയിൽ വശം കൂടെ ചിന്തിക്കണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഉറപ്പായിട്ടും അത് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ ഇപ്പോഴും ജീവിച്ചു വരുന്നുണ്ട്. അവരിലേക്കത് അവർ ചില കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ഇവിടെ അമ്മയുടെ മരണമായാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മുതലെടുക്കുന്ന ആളുകളെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. നെയ്യാറ്റിങ്കര ഗോപൻ എന്നൊക്കെ പറയുന്നത് വലിയ വിഷയമായിരുന്നല്ലോ, സമാധി എന്നൊക്കെ പറഞ്ഞത്. അതെന്തായിരുന്നു സംഭവം? ഇവർ കുടുംബം അച്ഛനെ തട്ടി അവിടെ സമാധിയാക്കി വെച്ചു. എന്നിട്ട് പറയുകയാണ് അച്ഛൻ സമാധിക്ക് പോയി എന്നുള്ള കാര്യമൊക്കെ. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് വിടണ്ട. ഇവിടെ പക്ഷെ അതിലാണെങ്കിലും അസ്വാഭാവിക മരണമൊന്നും അതിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ മോട്ടീവ്, അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരം പ്രവർത്തികളിലേക്ക് മാറുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉറപ്പായിട്ടും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ആചാര ഇതിലേക്കും അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾ ഈ അവിശ്വാസത്തിൻ്റെ ഒപ്പവും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കൊപ്പവും അവർ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട ഉപദേഷ്ടാക്കൾ അവർക്ക് കിട്ടുന്നുണ്ടെന്നല്ലേ, അല്ലെങ്കിൽ അവരെ തേടി വരുന്നുണ്ടെന്നും കൂടെയല്ലേ നമ്മുടെ അർത്ഥം. ഒരുപാട് അന്ധവിശ്വാസമായ ആളുകൾ ഇവരെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ഇന്ന് നമ്മളുടെ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ പല ഭാഗത്ത് അവർ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഓരോ ആചാരങ്ങൾക്കായും ഇപ്പോൾ കോഴിയെ പറപ്പിച്ചാനും അങ്ങനെ അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെ സമീപിക്കുന്നുണ്ട്. അവർക്ക് അതിൻ്റേതായൊരു പ്രതിഫലമല്ല, ഒരു ഫലം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ ആളുകൾ പിന്നെയും ഇത് അവിടെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇപ്പോൾ സാമ്പത്തികം ഉള്ളപ്പോൾ അവരെ തന്നെ തേടി പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വയം ഇരുന്ന് ചെയ്യാൻ നോക്കുന്നു. അതിനിപ്പോൾ യൂട്യൂബിൽ തന്നെ, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരു ചാനൽ, ഇതുപോലെ ഒരു ചാനൽ അടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അടിച്ചു നോക്കിയാൽ 100 വീഡിയോ വരും അവിടെ അല്ലേ. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സമൂഹം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മളുടെ കേരളത്തിൽ ഉണ്ടാവാൻ കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.